എലത്തൂരിലെ ചുവപ്പ് കോട്ട തകർക്കാൻ UDF ഇത്തവണ കളത്തിൽ ഇറക്കുന്നത് ഒരു കന്നിക്കാരിയാണ്. KPCC ജനറൽ സെക്രട്ടറി കൂടിയായ അഡ്വക്കേറ്റ് വിദ്യാ ബാലകൃഷ്ണനിലൂടെ മണ്ഡലം പിടിച്ചെടുക്കാൻ കഴിയും എന്നാണ് UDF പ്രതീക്ഷ. നിയമസഭയിൽ കന്നി അംഗത്തിനിറങ്ങുമ്പോൾ ഇടതുപക്ഷത്തിന്റെ കോട്ട പൊളിച്ചെടുക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസത്തിലാണ് വിദ്യ. 2028 രൂപീകൃതമായതു മുതൽ എലത്തൂർ മണ്ഡലത്തിന് ചായ്വ് ഇടത്തേക്കാണ്. ആ ചുവപ്പ് കോട്ട തകർക്കാൻ ഇത്തവണ UDF കളത്തിലിറക്കുന്നത് ഒരു കന്നിക്കാരിയെ, KPCC ജനറൽ സെക്രട്ടറിയായ അഡ്വക്കേറ്റ് വിദ്യാ ബാലകൃഷ്ണൻ. വിദ്യാർത്ഥി യുവജന രാഷ്ട്രീയത്തിലൂടെ വളർന്നു വന്ന വിദ്യ 2 തവണ കോഴിക്കോട് കോർപ്പറേഷൻ കൗൺസിലറായിട്ടുണ്ട്. യൂത്ത് കോൺഗ്രസ് ദേശീയ സെക്രട്ടറി സ്ഥാനവും വഹിച്ചു. പൗരത്വ പോരാട്ട സമരങ്ങളിൽ തടവിലാക്കപ്പെട്ട ഏക വനിതാ നേതാവ് കൂടിയാണ് വിദ്യ. എലത്തൂരിൽ മത്സരത്തിന് ഇറങ്ങുമ്പോൾ ഇടതുകോട്ട തകർക്കണമെന്ന ലക്ഷ്യമാണ് ഈ കന്നിക്കാരിക്ക് മുന്നിലുള്ളത്. ഒരുപാട് സാധ്യതകളുള്ള മണ്ഡലത്തെ UDF കേരളത്തിൽ അധികാരത്തിലേക്ക് വരുന്ന സമയത്ത് അതിൻ്റെതായിട്ടുള്ള ഒരു UDFന്റെ MLA ജയിച്ചു വരുമ്പം ആ ഒരു ഘടകം കൂടെ ഈ മണ്ഡലത്തിന്റെ വികസനത്തിന് സപ്പോർട്ടാവുമെന്നുള്ള പ്രതീക്ഷയാണ് എനിക്കിവിടെ പങ്കുവയ്ക്കാനുള്ളത്. LDF ഘടകകക്ഷിയായ NCPയിലെ AK ശശീന്ദ്രൻ 3 തവണ തുടർച്ചയായി വിജയിച്ച മണ്ഡലമാണ് എലത്തൂർ. തദ്ദേശ തെരഞ്ഞെടുപ്പിലും LDFനെ എലത്തൂർ കൈവിട്ടില്ല. എന്നാൽ ഇത്തവണ സ്ഥാനാർത്ഥി നിർണയത്തിൽ ഉണ്ടായ ചില തർക്കങ്ങൾ പ്രതിസന്ധിയാകുമോ എന്നുള്ള ഭയം LDFനുണ്ട്. അത് UDFന്റെ വിജയസാധ്യതയ്ക്ക് ഒരു ഘടകമാകുമെന്ന് UDFും വിശ്വസിക്കുന്നു. എലത്തൂരിലെ ഇടതുകോട്ട ഇത്തവണ തകർക്കുമെന്നാണ് വിദ്യാ ബാലകൃഷ്ണൻ പറയുന്നത്. ക്യാമറാമാൻ അനൂപിനൊപ്പം വർഷ ഗിരീഷ്, 24 കോഴിക്കോട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.